അങ്ങനെ പറഞ്ഞു ഓഗസ്റ്റ് 31 നമ്മുടെ ഹരിതയുടെ കല്യാണം വന്നു കേട്ടോ. നമ്മുടെ ടീമെല്ലാം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. സാരി ഉടുത്തൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എല്ലാവരും എത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എത്തിയത്. നമ്മൾ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ആണല്ലോ. ഭാഗ്യത്തിന് താലികെട്ട് കാണാൻ പറ്റി കേട്ടോ. തിരിഞ്ഞോ ഇനി അങ്ങോട്ട് നട്ടം തിരിയാനുള്ളതാന്നേ. എൻ്റെ അമ്മോ, ഞാൻ വെറുതെ പറഞ്ഞാന്നേ. അവസാനം വിളങ്ങാനെ എന്നെ കാലേ വാരി നിലത്തിടിച്ചാലും. അങ്ങനെ താലികെട്ടും വലംവെപ്പും കഴിഞ്ഞു കേട്ടോ. അടുത്തത് നമ്മുടെ ചേച്ചിമാരുടെ സൈഡിലേ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. നമ്മളാ ടൈപ്പൊന്നുമല്ല. നമുക്കിപ്പോഴേ ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളെ ടീച്ചറെ കണ്ടത്, ദീപ ടീച്ചറെ. അങ്ങനെ ടീച്ചറെയും കൂട്ടി കുറച്ച് സെൽഫി എല്ലാം എടുത്തിട്ട് പിന്നെ സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് പിന്നെ എന്താ പരിപാടി, ബിരിയാണി മാക്ക തട്ടല്, അതല്ലാണ്ട് പിന്നെന്ത്. ഇത്രയും അഹങ്കാരം വേണ്ടായിരുന്നു. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നേരത്തെ പോയി ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിടായിരുന്നു അല്ലേ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കുറച്ച് നേരം ക്യൂവെല്ലാം നിന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. കുറച്ച് ഉന്തും സഹിച്ചാലെന്തേ നല്ല ബിരിയാണി കിട്ടിയില്ലേ. അതും കഴിച്ച് കൈ കഴുകാൻ പോകുമ്പോഴതാ നമ്മളെ കല്യാണ പെണ്ണ്. പിന്നെ ഓളോട് കുറച്ച് കുശലാന്വേഷണം നടത്തിയിട്ട് കയ്യും കഴുകി നേരെ ഫോട്ടോ എടുക്കാൻ പോയി. കുറച്ച് വൈകിട്ട് വന്നാലെന്തേ, ആടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വിട്ടിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു നേരത്തെ തീരുമാനിച്ചാന്നേ. അതുകൊണ്ട് തന്നെ അവസാനത്തെ സെൽഫി എടുപ്പും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഹരിതയോട് യാത്രയും പറഞ്ഞ് നമ്മളെല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.